യോം എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ 18-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം മുതൽ ആണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥമൂർത്തി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. പഹനാവതോ പഹനൗ പുനർത്തു പഹവീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പ്രേതി തന്മയതയാതരപോഘ്നേതിസ്തം സർവഭൂതഹൃദയം. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിട്ടുള്ളതാണ്. മുമ്പ് പറഞ്ഞ പോലെ ചതുർത്ഥ സ്കന്ധം 18-ാം അധ്യായം ശ്ലോകം 19. അധ്യായം 18 ശ്ലോകം 19 മുതൽ ആരംഭിക്കും. പ്രകട്പ്യവത്സം കപിലം സിദ്ധാ സങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യം ച യേ ച വിദ്യാധരാദയാം അന്യേ ച മായിനോ മായാം അന്തർത്ഥാനാത്ഭുതാത്മനാം മയം പ്രകൽപ്യവത്സം ദേ ദുദുഹു ധാരണാമയീം. ഓരോരോ വിഭാഗത്തിൽപ്പെട്ടവർ അവരവരുടെ വിഭാഗത്തിലുള്ള കുട്ടികളെ കൊണ്ട് അതിന് യോഗ്യമായ പാത്രത്തിൽ പ്രകൃതി വിഭവങ്ങൾ മുഴുവനും പാലുപോലെയുള്ള വിഭവങ്ങളെല്ലാം കറന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. കുറച്ചുകൂടി അത് വിസ്തരിക്കാനുണ്ട്. വത്സം പ്രകൽപ്യ കപിലം സിദ്ധാഹ, സിദ്ധന്മാരെ കപിലനെ വത്സനാക്കി കൽപ്പിച്ചിട്ട്, പശുക്കുട്ടിയായി കൽപ്പിച്ചിട്ട്, സങ്കൽപ്പനാമയീം സിദ്ധിം, സങ്കല്പസ്വരൂപമായ സിദ്ധി, സങ്കൽപ്പനാമയീം സിദ്ധിം, സങ്കൽപ്പനാമയമായ സിദ്ധിയെ നഭസി ആകാശത്തിൽ, വിദ്യം ച ഏച വിദ്യാധരാദയ ആകാശത്തെ പാത്രമാക്കിക്കൊണ്ട് വിദ്യാധരാദികളായ ദേവന്മാർ സങ്കൽപ്പനാദികളായ വിദ്യകൾ കറന്നെടുത്തു എന്നത്. വിദ്യാധരാദികളും സിദ്ധന്മാരുമായ ഉപദേവന്മാർ കപിലനെ വത്സമായി സങ്കല്പിച്ച് സങ്കല്പം കൊണ്ട് സാധിക്കേണ്ടതായ അണിമാദികളായ അഷ്ടൈശ്വര്യ സിദ്ധികളാണ് സങ്കല്പനാമയീം സിദ്ധിം. അഷ്ടൈശ്വര്യങ്ങളുടെ സിദ്ധി ഉണ്ടാക്കി. ചെറുതാകാൻ, വലുതാകാൻ, ഇതെല്ലാം സങ്കല്പം ഉണ്ടാകുന്ന. സങ്കല്പം കൊണ്ട് എന്തിനേയും ചെറുതാക്കാം, വലുതാക്കാം, അതേപോലെ അണുവാക്കാം എന്നിങ്ങനെ അഷ്ട ഐശ്വര്യ സിദ്ധികളും അവർ കപിലനെ ആക്കിയിട്ട് ആകാശത്തിലേക്ക്, ആകാശമാകുന്ന പാത്രത്തിലേക്ക് കറന്നെടുത്തു. അന്യേചമായിനോ, വേറെ ചില മായികൾ, മായാവികൾ, മായാം അന്തർത്ഥാനാത്ഭുതാത്മനാം, അന്തർധാനാദികളായ അത്ഭുതാത്മാക്കളുടെ മായകളെ മയം പ്രകൽപ്യ വത്സം, മയനെ വത്സനായി കൽപ്പിച്ചിട്ട് തേ ദുദുഹു ധാരണാമയി, അവരെ ധാരണാമയിയായിരിക്കുന്ന, ധാരണാസ്വരൂപമായിരിക്കുന്ന മായ എന്ന വിദ്യയെ ദുദുഹു കർന്നു. ധാരണാമയിയും ധാരണാമയിയായ മായയെ ദുദുഹു കർന്നു ദോഹനം ചെയ്തു. ഇപ്പൊ 2 കൂട്ടരുടെ കാര്യം അവിടെ പറഞ്ഞു. ഒന്ന് വിദ്യാധരന്മാർ, പിന്നൊന്ന് എന്താണ് കൺകെട്ട് വിദ്യകളൊക്കെ കാണിക്കുന്ന
മായികന്മാർ, അവരെ മായാവികളാണവർ. അവര് മയനെ കുട്ടിയാക്കിയിട്ട് വിചാരിക്കുന്ന മാത്രത്തിൽ തന്നെ കാണാതാകുന്ന വിദ്യ, അതാണ് അന്തർധാന വിദ്യ. ഒരാൾ നോക്കി നിൽക്കുക കാണാതാക്കാൻ പറ്റും. ഒരു കൺകെട്ട് വിദ്യ പോലെ നമുക്ക് തോന്നും. അതിന്റെ പേര് അന്തർധാന വിദ്യ എന്നാണ്. അങ്ങനെയുള്ള മായികമായ വിദ്യയെ അവരെ ദുദുഹു കർന്നെടുത്തു. അവിടെ മയനാണ് കുട്ടിയായിട്ട് മാറുന്നത്. അതുപോലെ ഈ മായയാകുന്ന വിദ്യയാണ് കർന്നെടുത്തത്. അതും ആകാശമാകുന്ന പാത്രത്തിലേക്ക് ദുദുഹു കർന്നെടുത്തു അവൻ. പ്രഗൽഭ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യം ച ഏച വിദ്യാധരാദയാം അന്യേജമായിനോ മായാമന്തത്ഥാനദ്ഭുതാത്മനാം മയം പ്രഗൽഭ്യവത്സം തേ ദുദുഹു ധാരണാമയീം സിദ്ധാഹ വിദ്യാധരാദേഹ ഏച കപിലം വത്സം പ്രകൽപ്യ സങ്കൽപ്പനാമയീം സിദ്ധിം വിദ്യാം ച നഭസി ദുദുഹു അന്യേജമായിനഃ മയം വത്സം പ്രകൽപ്യ അന്തർധാന അദ്ഭുതാത്മനാം ധാരണാമയീം മായാം വിദ്യാം ദുദുഹു പ്രഗൽഭ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യാം ച ഏച വിദ്യാധരാദയാം അന്യേചമായിനോ മായാം അന്തർധാനദ്ഭുതാത്മനാം മയം പ്രഗൽഭ്യവത്സം തേ ദുദുഹു ധാരണാമയീം പ്രഗൽഭ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യം ച ഏച വിദ്യാധരാദയാം അന്യേചമായിനോ മായാം അന്തർധാനദ്ഭുതാത്മനാം മയം പ്രഗൽഭ്യവത്സം തേ ദുദുഹു ധാരണാമയീം പ്രഗൽഭ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യാം ച ഏച വിദ്യാധരാദയാം അന്യേചമായിനോ മായാം അന്തർധാനദ്ഭുതാത്മനാം മയം പ്രഗൽഭ്യവത്സം തേ ദുദുഹു ധാരണാമയീം യക്ഷരക്ഷാംസി ഭൂതാനി പിശാചാഃ പിശിതാശനാ ഭൂതേശവൽഫാ ദുദുഹു കപാലോ ക്ഷതജാസവം. യക്ഷ രക്ഷാംസി ഭൂതാനി, യക്ഷന്മാരും രക്ഷസുകളും ഭൂതങ്ങളും പിശാചുക്കളുമൊക്കെ. യക്ഷ രക്ഷാംസി ഭൂതാനി പിശാചാഃ, അവരെ പിശിതാശനന്മാരാണ്, മാംസഭോജികളാണ്. ഇത്രയും ആൾക്കാരെ മാംസം ഭക്ഷിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും മാംസഭോജികളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടൊക്കെ ഇവര് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്? യക്ഷന്മാർ, രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ. ഇവരെ മാംസഭക്ഷകന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഏച, ആരാണോ യക്ഷരക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, പിശിതാസന്മാരായിരിക്കുന്നവർ, അവരെ ഭൂതേശ വൽഫാ, അവരെ ഭൂതേശൻ, ഭൂതങ്ങളുടെ ഈശനാണ് ശിവൻ അല്ലെങ്കിൽ രുദ്രൻ. ആ രുദ്രനെ വത്സങ്ങളായി കൽപ്പിച്ചിട്ട്, പശുക്കുട്ടിയായി കൽപ്പിച്ചിട്ട് ദുദുഹു കറന്നു. ഇവിടെ കപാലേ, കപാലത്തിൽ തലയൂട്ടി, ക്ഷതജാഫവം, ക്ഷതജം ചോര, രക്തം, ക്ഷതം മുറിവ്, ക്ഷതജം മുറിവിൽ നിന്നും ജനിക്കുന്നത്. അതിന് പേര് ചോര. മുറിഞ്ഞ അപ്പൊ വരുന്നത് എന്താണ്? ചോരയല്ലോ. അതുകൊണ്ട് ക്ഷതജം എന്ന വാക്കിന്റെ അർത്ഥം രക്തം എന്നാണ്. ക്ഷതജമാകുന്ന ആഫവത്തെ, ആഫവം കുടിക്കാനുള്ള വസ്തു, കഷായം പോലെ അല്ലെങ്കിൽ എന്താണ് അരിഷ്ടം പോലെ. ഇവർക്ക് കുടിക്കേണ്ടത് മാംസവും എന്താണ് രക്തവുമാണ്. അത് അവര് കറന്നെടുത്തു. എവിടെ നിന്നും? അവരെ ഭൂതേശനെ വത്സനാക്കിക്കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കപാലം എന്ന പാത്രത്തിൽ ഈ പിശിതാസനന്മാർ ക്ഷതജാഫവത്തെ ദുദുഹു കറന്നെടുത്തു. അങ്ങനെ ഈ പ്രകൃതിയിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ, ദേവന്മാർ മുതൽ തുടങ്ങിയത് അവിടെയാണ്, ഋഷിമാർ മുതലാണ് തുടങ്ങിയത്. അതുമുതൽ സമസ്ത ജീവജാലങ്ങൾക്കും ആവശ്യമായതെല്ലാം അവർ ഈ പ്രകൃതിയിൽ നിന്നും
എന്താണ് പശുക്കുട്ടികളെ പോലെയുള്ള അവരവരുടെ വിഭാഗത്തിലുള്ള കുട്ടികളെ വിട്ട് അതാത് പാത്രങ്ങളിൽ കറന്നെടുത്തു. ഭൂമി സമ്പൽ സമൃദ്ധം ആയി. രക്ഷരക്ഷാംഭ്യഭൂതാനി പിശാചാപിശിദാസനാം ഭൂതേശവൽഫാദുദുഃ കപാലേ ക്ഷതജാസവം. ഭൂതേശവൽഫാഹ കപാലേ രക്ഷരക്ഷാംസി ഭൂതാനി പിശാചാഃ പിശിദാസനാഃ ക്ഷതജാസവം ദുദുഃ. രക്ഷരക്ഷാംസി ഭൂതാനി പിശാചാ പിശിദാസനാം ഭൂതേശവൽഫാദുദുഃ കപാലേ ക്ഷതജാസവം. രക്ഷരക്ഷാംസി ഭൂതാനി പിശാചാ പിശിദാസനാം ഭൂതേശവൽഫാദുദുഃ കപാലേ ക്ഷതജാസവം. തഥാ ഹയോ ദന്തശൂകാ സർപ്പാനാഗാശ്ച തക്ഷകം വിധായ വത്സം ദുദുഃ ബിലപാത്രേ വിഷം പയാം. അഹയഃ അഹികൾ, പാമ്പുകൾ. തഥാ അഹയോ അങ്ങനെ അഹികൾ. ദന്തശൂകാഹ തേള്, പഴുതാര തുടങ്ങിയിരിക്കുന്ന അല്പാൽപ്പം വിഷമുള്ള വിഷജീവികൾ. ദന്തശൂക പാമ്പുകളെയും ആ പര്യായത്തിൽ വിളിക്കാറുണ്ട്. സർപ്പാഹ സർപ്പങ്ങൾ. നാഗാഹ നാഗങ്ങൾ. തക്ഷകം വിധായ വത്സം തക്ഷകനെ വത്സനാക്കി കൽപ്പിച്ചിട്ട്. തക്ഷകം വത്സം വിധായ തക്ഷകനെ കുട്ടിയായി സങ്കല്പിച്ചിട്ട്. ദുദുഹു കറന്നു. ബിലപാത്രേ വിഷം പയ. ബിലം എന്ന് വെച്ചാൽ മാളം എന്നാണ്, സുഷിരം എന്നാണ്. മാളമാകുന്ന പാത്രത്തിൽ അവരെ വിഷം കറന്നു, വിഷമയമായ പാലിനെ കറന്നു. കാരണം ഈ വിഷജീവികൾക്ക് വിഷമാണ് വേണ്ടത്. അതെവിടുന്ന് കിട്ടും? അതും ഈ ഭൂമിയിൽ തന്നെ കിട്ടും. ഈ ഭൂമി അതും കറന്നു പഠിപ്പിച്ചു. ഏത് പാത്രത്തില്? മാളം എന്ന പാത്രത്തിൽ. ഇവരൊക്കെ എന്താണ് ഭൂമി തുറന്ന് അടിയിൽ താമസിക്കുന്നവരാണ്. ആ പാത്രത്തിലേക്ക് അവർക്ക് ആവശ്യമായ വിഷാംശങ്ങൾ എന്താണ് കറന്നു കൊടുത്തു. തഥാ അഹയോ ദന്തശൂകാ സർപ്പാനാഗാശ്ച തക്ഷകം വിധായ വത്സം ദുദുഃ ബിലപാത്രേ വിഷം പയാം. അഹയഃ ദന്തശൂകാഃ സർപ്പാഃ നാഗാഃ തക്ഷകം വത്സം വിധായ ബിലപാത്രേ വിഷം പയഃ ദുദുഃ. തഥാഹയോ ദന്തശൂകാ സർപ്പാ നാഗാശ്ച തക്ഷകം വിധായ വത്സം ദുദുഃ ബിലപാത്രേ വിഷം പയാം. തഥാഹയോ ദന്തശൂകാ സർപ്പാ നാഗാശ്ച തക്ഷകം വിധായ വത്സം ദുദുഃ ബിലപാത്രേ വിഷം പയാം. അശവോ യവസം ക്ഷീരം വത്സം കൃത്വാ ച ഗോവൃഷം അരണ്യപാത്രേ ചാധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ട്രിണാം. പശവഃ പശുക്കൾ എന്ന് മൃഗങ്ങൾ എന്നാണ്. മലയാളത്തിലേ ഉള്ളൂ പശു എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പശു. സംസ്കൃതത്തിൽ അത് ഗോവാണ്. മലയാളത്തിലെ പശുവിന് സംസ്കൃതത്തിൽ ഗോക്കൾ എന്ന് പറയും. അതേസമയത്ത് പശു എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അത് മൃഗസാമാന്യവാചകമാണ്. എല്ലാ മൃഗങ്ങളെയും പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പശു. അതുകൊണ്ട് പശവോ പശുക്കൾ, മൃഗങ്ങൾ. യവസം ക്ഷീരം വത്സം കൃത്വാച ഗോവൃഷം. അവരെ യവസം ക്ഷീരം പുല്ലാകുന്ന പാലിനെ. മൃഗങ്ങൾക്ക് വേണ്ട എന്താണ്? പുല്ലാണ്. ആ പുല്ലാകുന്ന പാലിനെ അവർ കറന്നെടുത്തു ഭൂമിയിൽ നിന്ന്. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട കറന്നെടുക്കുകയാണ്. പശവോ യവസം ക്ഷീരം വത്സം കൃത്വാച ഗോവൃഷം. ഗോവൃഷത്തെ വത്സമാക്കി ചെയ്തിട്ട്. ഗോവൃഷം എന്നുള്ളത് ഗോവ പശുവാണ്, വൃഷം കാളയാണ്. രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു സങ്കല്പം നന്ദികേശ്വരനാണ് ഉദ്ദേശിക്കുന്നത്. നന്ദികേശ്വരന് ഗോവൃഷം എന്ന് പേരുണ്ട്. അതുകൊണ്ട് നന്ദികേശ്വരനെ കുട്ടിയാക്കിയിട്ട്
അരണ്യപാത്രേ, വനമാകുന്ന പാത്രത്തിൽ, അരണ്യം വനമാകുന്ന പാത്രത്തിൽ ച അധുക്ഷൻ കർന്നു, മൃഗേന്ദ്രേണ ച ദംഷ്ടൃണ, മൃഗേന്ദ്രേണ, മൃഗേന്ദ്രനാൽ, ദംഷ്ട്രിണ, ദംഷ്ട്രങ്ങൾ ഉള്ളവരായ, ദംഷ്ട്രികളായ മൃഗേന്ദ്രനാൽ അധുക്ഷൻ കർന്നെടുത്തു. നാൽക്കാലികളായ മൃഗങ്ങളൊക്കെ നന്ദികേശ്വരനെ വത്സനാക്കിയിട്ട് വനമാകുന്ന പാത്രത്തില് പുല്ലാകുന്ന പാലിനെ കറന്നെടുത്തു. പശവോ യവഫം ക്ഷീരം വത്സം കൃത്വാചകോവർഷം അരണ്യപാത്രേ ച അധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ടൃണാം. പശവോ യവഫം ക്ഷീരം വത്സം കൃത്വാചകോവർഷം അരണ്യപാത്രേ ച അധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ടൃണാം. പശവഃ ഗോവർഷം വത്സം കൃത്വാ അരണ്യപാത്രേ യവഫം ക്ഷീരം അധുക്ഷ. പശവോ യവഫം ക്ഷീരം വത്സം കൃത്വാ ച ഗോവർഷം അരണ്യപാത്രേ ച അധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ടൃണാം. പശവോ യവഫം ക്ഷീരം വത്സം കൃത്വാ ച ഗോവർഷം അരണ്യപാത്രേ ച അധുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ടൃണാം. ക്രവ്യാദാപ്രാണിന ക്രവ്യം ദുദുഹു സ്വേ കളേബരേം സുവർണവത്സാ വിഹഗാശ്ചരം ച അചരമേവ ചാം. ക്രവ്യാദാഹ, മാംസഭോജികൾ. ക്രവ്യം മാംസം, മാംസത്തെ അദാഹ അത്തി ഭക്ഷിക്കുന്നവർ ക്രവ്യാദന്മാർ. അവരെ വാസ്തവത്തിൽ എന്താണ് രാക്ഷസന്മാരെന്നോ അല്ലെങ്കിൽ രക്ഷസുകളുടെ രാക്ഷസന്മാരെന്നോ പിശാചുക്കളെന്നോ ഒക്കെ അവരെ വിളിക്കാം. ക്രവ്യാദാഹ പ്രാണിന, ക്രവ്യാദിതായ പ്രാണികൾ. ക്രവ്യം ദുദുഹു, മാംസത്തെ കറന്നെടുത്തു. ക്രവ്യം മാംസത്തെ ദുദുഹു കർ. സ്വേ കളേബരെ, സ്വന്തം ശരീരത്തിൽ, സ്വന്തം ശരീരമാകുന്ന പാത്രത്തിൽ മാംസം കറന്നെടുത്തു. സ്വേ കളേബരെ ക്രവ്യം ദുദുഹു സുപർണവത്സാഹ വിഹഗാഹ ചരം. സുപർണവത്സന്മാർ. ക്ലാസ്സിലാണ് 10 മണിയാകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. സ്വർണവത്സാഹ, സുപർണവത്സാഹ, ഗരുഡനാകുന്ന വത്സനോട് കൂടിയ. സുപർണൻ ഗരുഡൻ, നല്ല ചിറകുള്ളവൻ. ഗരുഡനെ കുട്ടിയാക്കിയിട്ട് വിഹഗാഹ, പക്ഷികൾ, ചരം ച അചരമേവ ച, ചരം പ്രാണിവർഗങ്ങൾ, അചരം വൃക്ഷാദികളായ വർഗങ്ങൾ, അതാകുന്ന ക്ഷീരത്തെ അതുഹൻ കറന്നെടുത്തു. പക്ഷിവർഗങ്ങൾ ഗരുഡനെ വത്സനാക്കിയിട്ട് ഈ ചരങ്ങളും അചരങ്ങളുമാകുന്ന ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഇത് അവർക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ചില ക്ഷുദ്രജീവികൾ, അതേപോലെ പൂക്കള്, കായ്കള്, ഇലകൾ, ഇതൊക്കെ പക്ഷികൾക്ക് ഭക്ഷണമാണ്. അപ്പൊ പക്ഷികൾ തങ്ങൾക്ക് വേണ്ട ഭക്ഷണത്തെ ഗരുഡനെ കുട്ടിയാക്കി മാറ്റിയിട്ട് ഈ ഭൂമിയിൽ നിന്നും കറന്നെടുത്തു. ക്രവ്യാദാ പ്രാണിന ക്രവ്യം ദുദുഹു സ്വേ കളേവരേം സുപർണവത്സാ വിഹഗാശ്ചരം ച അചരമേവ ചാം. ക്രവ്യാദാഹ ദംഷ്ടൃണഃ പ്രാണിനഃ മൃഗേന്ദ്രേണ സ്വേ കളേബരേ ക്രവ്യം ദുദുഹു സുപർണവത്സാഹ വിഹഗാഹ ചരം അചരം ച അതുഹ. ക്രവ്യാദാ പ്രാണിന ക്രവ്യം ദുദുഹു സ്വേ കളേബരേ സുപർണവത്സാ വിഹഗാശ്ചരം ച അചരമേവ ചാം.
കവ്യാദാ പ്രാണിന കവ്യം ദുദുഹു ശ്രീകളേബരേ സുപർണവത്സാഹ വിഹകാശ്ചരം ച അചരമേവ ചാം വടവത്സാഹ വനസ്പതയാം പൃഥഗ്രഫമയം പയാം ഗിരയോ ഹിമവദ്വത്സാ നാനാധാതും സുഷാനുഷു. വടവത്സാഹ ആലിനെ, ആൽമരത്തെ കുട്ടിയാക്കിയിട്ട് വടമാകുന്ന വത്സത്തോടുകൂടി വനസ്പതേഹ വൃക്ഷങ്ങളെല്ലാം, വനസ്പതികൾ വൃക്ഷങ്ങൾ, വൃക്ഷങ്ങളെല്ലാം പൃഥക്ക് വെവ്വേറെയായിട്ട് രസമയം പയ, തങ്ങളുടെ ഉള്ളിലുള്ള രസമയമായ പാലിനെ അവർ കറന്നെടുത്തു. വൃക്ഷങ്ങൾക്ക് രസം വേണം. ആ രസമാണ് അതിൻ്റെ അകത്ത് കറകളായിട്ട് നമുക്ക് കാണാൻ പറ്റുക, ഫലങ്ങളായിട്ട് കാണാൻ പറ്റുക. മാവിന്റെ രസം എല്ലാം കൂടി ഉറഞ്ഞുകൂടിയാണ് മാമ്പഴമായിട്ട് മാറുന്നത്. അപ്പൊ എല്ലാ മരങ്ങൾക്കും എന്തുണ്ട്? രസമുണ്ട്. ആ രസത്തെ അവര് ഓരോന്നിനും ഓരോ തരത്തിലാണ്. രസമയമായ പാലിനെ അവര് വനസ്പതികളൊക്കെ കറന്നെടുത്തു വടവൃക്ഷത്തെ വത്സമാക്കി മാറ്റി. ഗിരയോ പർവ്വതങ്ങൾ ഹിമവത് വത്സാഹ ഹിമവാനെ കുട്ടിയാക്കി മാറ്റി. നാനാധാതുൻ സ്വഫാനുഷു സ്വഫാനുഷു തങ്ങളുടെ താഴ്വരകളിൽ, ഫാനു താഴ്വര, സ്വഫാനുഷു തങ്ങളുടെ താഴ്വരകളിൽ നാനാധാതുൻ പലതരത്തിലുള്ള ധാതുക്കളെ കറന്നെടുത്തു. വിധികൾ പർവ്വതങ്ങളുടെ നിലനിൽപ്പ് ധാതുക്കളിലൂടെയാണ്. അപ്പൊ പർവ്വതങ്ങളിൽ ചെന്നാൽ പലതരത്തിലുള്ള മിനറലുകൾ, ധാതുക്കൾ കിട്ടും. അത് ഹിമവാനെ കുട്ടിയാക്കിക്കൊണ്ട് പർവ്വതങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്നും തങ്ങൾക്ക് ആവശ്യമായ നാനാതരത്തിലുള്ള രസങ്ങളെയും ധാതുക്കളെയും അവരും കറന്നെടുത്തു. അത്ര വിസ്തരിച്ചാണ് പറഞ്ഞു പോവുക. ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഭൂമി ഉള്ളിൽ ഒളിച്ചു വെച്ചത്, വിഴുങ്ങിക്കളഞ്ഞത്. അതൊക്കെ ഇപ്പോൾ ഒരു നല്ല രാജാവ് രാജ്യഭരണത്തിന് വന്നാൽ ഞാനിതെല്ലാം വിട്ടുകൊടുക്കാന്നാണ് പോകുക. രാജ്യം ഭരിക്കുന്ന ദുഷ്ടന്മാരായാൽ അവരിതിനെയൊക്കെ നശിപ്പിക്കുമെന്ന് കണ്ട് ഞാനിതെല്ലാം ഉള്ളിലടക്കി വെക്കും. ഒരു കാലത്ത് സസ്യങ്ങളും വിഭവങ്ങളും ഒക്കെ താനെ കിളിച്ചു വളർത്തുണ്ടായി വരുവാൻ, നമുക്ക് ഉപയോഗിക്കാൻ പകത്തുള്ള എല്ലാം കിട്ടുവാൻ. അടുത്ത യുഗത്തിൽ വന്നപ്പോൾ അത് വളമിട്ട് വെള്ളം ഒഴിച്ച് കിളിപ്പിച്ചെങ്കിലേ കിട്ടൂ എന്നായി. ഇപ്പോഴത്തെ യുഗത്തിൽ വന്നപ്പോൾ വളമിട്ടാലും വെള്ളം ഒഴിച്ചാലും അതുണ്ടാവില്ല എന്നുറപ്പായി. കാരണം ഭൂമി അതിനെയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഉള്ളിലേക്ക് വിഴുങ്ങിയിരിക്കാൻ. എന്തുകൊണ്ടാണ്? ഭരണാധിപന്മാരുടെ ദൗർബല്യം കൊണ്ട്, ദുഷ്ടത. ഒരു മരം പൂത്ത് കായ്ക്കുന്നില്ലെങ്കിൽ അത് രാജ്യഭരണത്തിന്റെ ദൗർബല്യമാണെന്ന് പറയുമായിരുന്നു ഭാരതീയർ. ആ നാട്ടിലെ ഒരു മാവ് ഈ വർഷം പൂത്ത് കായ്ച്ചിട്ടില്ല എങ്കിൽ അപ്പ രാജാവിനെ അറിയിക്കും. രാജാവിന്റെ ഭരണത്തിലുള്ള എന്തോ ഒരു വൈകല്യം കൊണ്ടാണ് ഇത് പൂക്കാത്തത്. രാജാവ് ആൾക്കാരെ വിട്ട് അത് കണ്ടുപിടിച്ച് പരിഹരിച്ച് എന്ത് ചെയ്യണം? ആ മാവിനെ പുഷ്പിച്ച് ഫലവത്താക്കി കൊടുക്കും. അത് ഭരണാധിപന്റെ ജോലിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല ഭരണാധിപൻ വന്നപ്പോൾ പിടിച്ചു വെച്ച സമസ്ത വിഭവങ്ങളും വിട്ടുകൊടുത്തു. വിഷം വേണം, പാല് വേണം, പർവ്വതങ്ങൾ വേണം, വൃക്ഷങ്ങൾ വേണം, ധാരാളം മൃഗങ്ങൾ വേണം, പക്ഷികൾ വേണം, ഇതെല്ലാം വേണം. അവർക്ക് വേണ്ട ഭക്ഷണം വേണം. അതെല്ലാം ഈ പ്രകൃതിയിൽ തന്നെ കിട്ടണം. അതെല്ലാം ഭൂമി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ഭൂമി പറഞ്ഞത്, ഞാൻ ഇതൊക്കെ താങ്കളുടെ പിതാവ് രാജാവായപ്പോൾ, ഭരണം വൈകൃത നിലയിലായപ്പോൾ ഞാനിതെല്ലാം അവർക്കാർക്കും കൊടുക്കാതെ നഷ്ടപ്പെടുത്താതെ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പശുവായതുകൊണ്ട് എന്നിൽ നിന്നും പാല് കറക്കുന്നത് പോലെ അങ്ങേക്ക്
ഓരോരോ കുട്ടികളെ വിട്ട് പിടിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിക്കാം. എത്ര ഉദാരമാണ് ഭൂമിയുടെ സങ്കല്പം. സമസ്ത വിഭവങ്ങളും നൽകുന്നവളാണ് ഭൂമി. വേറെ എങ്ങൊന്നും നമുക്കൊന്നും കിട്ടില്ല. ആകാശത്തുനിന്ന് മഴവെള്ളം വരും, പക്ഷെ ഭൂമിയിൽ വരുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം ഈ ഭൂമിയാണ് നമുക്ക് ഉണ്ടാക്കി തരിക. അതുകൊണ്ടാണ് ഭൂമി ദേവിയെ വന്ദിക്കുന്ന ഒരു സങ്കല്പം നമുക്ക് ആദ്യം മുതലേ ഉണ്ടായി വന്നത്. വടവൽഫാഹ വനസ്പതയ പ്രതഗിരസമയം വയാം ഗിരയോ ഹിമവത് വത്ഫ നാനാഥാതുൻ സുഫാനുഷു. വനസ്പതയഃ വടവൽഫാഹ പൃഥക് രസമയം പയഃ ദുദുഃ ഗിരേഹ ഹിമവത് വത്ഫാഹ സുഫാനുഷു നാനാധാതൂൻ ദുദുഃ. വടവൽഫാ വനസ്പതയ പൃഥഗ്രസമയം പയാം ഗിരയോ ഹിമവത് വത്ഫ നാനാധാതുൻ സുഫാനുഷു. വടവൽഫാ വനസ്പതയ പൃഥഗ്രസമയം പയാം ഗിരയോ ഹിമവത് വത്ഫ നാനാധാതുൻ സുഫാനുഷു. സർവേ സ്വമുഖ്യവൽഫേന സ്വേ സ്വേ പാത്രേ പൃഥക് പയാം സർവകാമദുഃഖാം പൃഥ്വീം ദുദുഃ പ്രതുഭാപിതാം. സർവേ എല്ലാവരും സ്വമുഖ്യവത്സേന അവരുടെ വംശത്തിലുള്ള മുഖ്യമായ കുട്ടികളെ. അതുകൊണ്ടാണ് പക്ഷികൾ ഗരുഡനെ കൂട്ടിയാക്കി, പർവ്വതം ഹിമവാനെ കൂട്ടിയാക്കി. സ്വമുഖ്യവത്സേന അവരുടെ വംശത്തിലുണ്ടായ മുഖ്യന്മാരെ കുട്ടിയാക്കി മാറ്റിയിട്ട് സ്വേ സ്വേ പാത്രേ അവരവരുടെ പാത്രങ്ങളിൽ പൃഥക് വെവ്വേറെയായിട്ട് പയഹ പാലിനെ സർവകാമദുഃഖാം പൃഥ്വി എല്ലാ കാമങ്ങളും നൽകുന്ന ഭൂമിയെ ദുദുഹു കറന്നു പൃഥുഭാവിതാം പൃഥുവിനാൽ ഭാവന ചെയ്യപ്പെട്ടതുകൊണ്ട്, പൃഥുവിനാൽ വശീകരിക്കപ്പെട്ടതുകൊണ്ട് സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതായ ഈ പൃഥ്വിയും ദുദുഹു കർന്നെടുത്തു എന്നർത്ഥം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയാം സർവകാമദുഃഖം പൃഥ്വീം ദുദുഹു ദുഭാവിതാം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയഃ പ്രതുഭാവിതാം സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയാം സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പ്രതുഭാവിതാം. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയാം സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പ്രതുഭാവിതാം. ഏവം പൃഥ്വാദയ പൃഥ്വീമന്നാദാഹം സ്വന്നമാത്മനാം ദോഹവത്സാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഹാം. ഏവം ഇങ്ങനെ പൃഥു ആദേഹ പൃഥ്വാദേഹ പൃഥു മുതലായ പൃഥ്വീം അന്നാദാഹ പൃഥ്വിയെ അന്നാദാഹ അന്നാദന്മാർ അന്നം ഭക്ഷിക്കുന്നവർ സ്വന്നം ആത്മനഃ ഫു അന്നമാണ് സ്വന്നം. ഫു അന്നം നല്ല അന്നം, അതാണ് സ്വന്നം. ആത്മനഃ അവർക്ക് ഇഷ്ടമായ നല്ല അന്നത്തെ ദോഹ വത്സാദിഭേദേന കറക്കുമ്പോൾ കുട്ടികളുടെ ഭേദം നിശ്ചയിച്ചു തന്നെ ക്ഷീരഭേദത്തെ പാലിനും ഭേദമുണ്ടായി. ഹേ കുരുദ്വഹ, അല്ലയോ കുരുശ്രേഷ്ഠനായ രാജാവേ, അധികാരികളുടെ ഭേദമനുസരിച്ചിട്ടാണ് പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നത് പോലെ കറവക്കാരൻ കുട്ടിയെ വിട്ട് അതാതു പാത്രങ്ങളിൽ ഓരോ ഭേദം കൊണ്ട് അവരവർക്ക് ഇഷ്ടമായിരിക്കുന്ന അന്നസ്വരൂപത്തെ കറന്ന് എടുത്തു ഭൂമിയിൽ. പൃഥ്വാദേഹ പൃഥ്വി, ഇങ്ങനെ പൃഥു ആദിയായവർ ഈ പൃഥ്വിയെ അന്നാദന്മാരായ പൃഥ്വാദികൾ അന്നം ഭക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവർ
ഫു അന്നം ആത്മനഃ, നല്ല അന്നം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ദോഹത്തിന് വേണ്ടി, കറക്കുന്നതിന് വേണ്ടി വൽഫാദി ഭേദേന, വത്സങ്ങൾ ആദിയായ ഭേദത്തോടെ ക്ഷീരഭേദത്തെയും കൽപ്പിച്ചു. ഹേ കുരുദ്വഹ ഏവം പൃഥ്വാദയ പൃഥ്വീം അന്നാദാഫന്നമത്മനാം ദോഹവൽഫാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഹാം. ഹേ കുരുദ്വഹ ഏവം പൃഥ്വാദയ അന്നാദാഹ ആത്മനഃ ഫന്നം ദോഹവൽഫാദിഭേദേന പൃഥ്വീം ദുദുഹു. ഏവം പൃഥ്വാദയ പൃഥ്വീമന്നാദാഫന്നമാത്മനാം ദോഹവൽഫാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഹാം. ഏവം പൃഥ്വാദയ പൃഥ്വീമന്നാദാഫന്നമാത്മനാം ദോഹവൽഫാദിഭേദേന ക്ഷീരഭേദം കുരുദ്വഹാം. തതോ മഹീപതി പ്രീതഃ സർവകാമദുഃഖം മൃദു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സല. തതോ അനന്തരം മഹീപതി പ്രീതഃ, രാജാവ് പ്രീതനായി. ആരെ? പൃഥ്വി. ഭൂമിയെ കൊല്ലാൻ ചെന്നാണ്. വില്ല് കയ്യിലെടുത്ത് അമ്പ് തൊഴുത്തു പിടിച്ച് ഭൂമിയുടെ നേർക്ക് ഓങ്ങിയതാണ്. ഏവം തതോ പ്രീതഃ മഹീപതി. അനന്തരം ഇത്രയും കിട്ടിയപ്പോൾ സന്തുഷ്ടനായ മഹീപതി സർവകാമദുഃഖാം പൃഥു, എല്ലാ കാമത്തെയും കറന്നെടുക്കുന്നവനായ ഈ പൃഥു ദുഹിതൃത്വേ ചകാര ഇമാം, ഇവളെ, ഈ ഭൂമിയെ ദുഹിതൃത്വേ ചകാരൻ, മകളായി തന്നെ കണ്ടു. ദുഹിതാവൻസൽ ഡോട്ടർ, മകൾ എന്നർത്ഥം. ദുഹിതൃത്വേ ചകാര ചെയ്തു. ചകാര ഇമാം കൂടി ചെയ്യുമ്പോൾ ചകാരേമാം, അവിടെ രേമാം എന്നൊരു വാക്കില്ല, ചകാര ഒരു വാക്കാണ്. പിന്നെ ഇമാം എന്ന് രണ്ടാമതാകും. കൂടി ചേരുമ്പോൾ ചകാരേമാം. പ്രേമ, പ്രേമം കൊണ്ട് ദുഹിതൃവത്സല, മകളോട് വാത്സല്യമുള്ളവനായി. പൃഥുവിന്റെ മകളായി തീർന്നു ആരെ? ഭൂമി. അതുകൊണ്ട് ഈ ഭൂമിക്ക് പൃഥ്വി എന്ന പേര് വന്നു. പൃഥുവിന്റെ മകളാണ് ഭൂമി. അപ്പ ഭൂമിക്ക് പൃഥ്വി എന്ന പേര് ഇപ്പോഴാണ് അന്വർത്ഥമായത്. പൃഥോഹു പുത്രി പൃഥ്വി, പൃഥുവിന്റെ പുത്രിയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ കാമങ്ങളും സാധിച്ചു കൊടുത്തത് കൊണ്ട് പ്രീതനായ രാജാവ് പ്രേമം കൊണ്ട് മകളെപ്പോലെ വാത്സല്യപൂർവ്വം പ്രേമത്തോടെ സ്നേഹിച്ച ഈ ഭൂമിയെ ഒരു മകളെപ്പോലെ തന്നെ കണ്ടു. അങ്ങനെ എപ്പോഴാണോ ഭൂമി തന്റെ മകളെന്ന് കണ്ടത്, അപ്പോൾ മുതൽ പൃഥ്വി എന്നുള്ള പേര് സാർത്ഥകമായി. പൃഥുവിന്റെ മകളാണ് പൃഥ്വി, ഭൂമിയെന്ന്. തതോ മഹീപതി പ്രീത സർവകാമദുഃഖം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലാം. തതഃ മഹീപതി പൃഥു പ്രീതഃ പ്രേംണാ സർവകാമദുഃഖാം ഇമാം ദുഹിതൃവത്സലാം ദുഹിതൃത്വേ ചകാര. തതോ മഹീപതി പ്രീതഃ സർവകാമദുഃഖം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലാം. തതോ മഹീപതി പ്രീതഃ സർവകാമദുഃഖം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണാ ദുഹിതൃവത്സലാം. ചൂർണയൻ സ്വധനുഷ്കോട്യാ ഗിരികൂടാനിരാജരാക്ഷ് ഭൂമണ്ഡലമിതം വൈന്യ പ്രായശ്ചക്രേ സമം വിഭൂ. ചൂർണയൻ, പൊടിച്ചുകൊണ്ട്, ചൂർണീകരിക്കുക, പൊടിക്കുക. സ്വധനുഷ്കോട്യ, സ്വന്തം ധനുഷിന്റെ കോടി കൊണ്ട്, കോടി എന്ന് വെച്ചാൽ അഗ്രം, അറ്റം. ധനുഷ്കോടി വില്ലിന്റെ അറ്റം. സ്വന്തം വില്ലിന്റെ അറ്റം കൊണ്ട് ഗിരികൂടാനി, ഗിരികൂടങ്ങളെ, പർവ്വതകൂടങ്ങളെ ചൂർണയൻ, പൊടിച്ചുകൊണ്ട്
രാജരാട്ട് അധിരാജാവായ സമ്രാട്ടായ പൃഥു ഭൂമണ്ഡലമിതം ഈ ഭൂമണ്ഡലത്തെ വൈന്യ വേനന്റെ പുത്രനായ പൃഥു പ്രായ ചക്രേ മിക്കവാറും ചെയ്തു. പ്രായ എന്ന് വെച്ചാൽ മിക്കവാറും, ചക്രേ ചെയ്തു എന്നത്. സമം വിഭു സമമാക്കി ചെയ്തു. ഭൂമിയിലെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി. എന്നിട്ട് ഭൂമി സമമായി. ഭൂമി സമമാക്കിയേ കൃഷി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലം ഉഴും, അല്ലെങ്കിൽ ഭൂമി കിളയ്ക്കും. എന്തിനാണ്? ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നതിനൊക്കെ കളച്ച് ചിക്കി സമനിരപ്പാക്കാൻ പറ്റും. എന്നിട്ട് അവിടെ കുഴിയെടുത്ത് എന്ത് ചെയ്യത്തുള്ളൂ? ഓരോന്നും നടുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവിടെ വെള്ളം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതം ഭൂമണ്ഡലം, ഈ ഭൂമണ്ഡലത്തെ വന്യ രാജരാട്ട് വേനപുത്രനായ സമ്രാട്ടായ ആ രാജാവ് പ്രായ സമം ചക്രേ മിക്കവാറും സമമാക്കി തന്നെ ചെയ്തു. വില്ലിന്റെ അറ്റം കൊണ്ട് ഒരു തട്ട് കൊടുക്കും. തട്ട് കൊടുക്കുമ്പം ആ കുന്നെല്ലാം ഇടിഞ്ഞ് സമനിരപ്പാകും. അങ്ങനെ ഭൂമിയെ മിക്കവാറും ഒക്കെ സമനിരപ്പിൽ ആക്കി ഈ വൈന്യൻ എന്ന രാജാവ്. ചൂർണയൻ സ്വധനുഷ്കോട്ട്യാം ഗിരികൂടാനി രാജരാട്ട് ഭൂമണ്ഡലമിതം വൈന്യ പ്രായശ്ചക്രേ സമം വിഭു. രാജരാട് വിഭു വൈന്യ സ്വധനുഷ്കൂട്ട്യാം ഗിരികൂടാനി ചൂർണയൻ ഇതം ഭൂമണ്ഡലം പ്രായ സമം ചക്രേ. ചൂർണയൻ സ്വധനുഷ്കൂട്ട്യാ ഗിരികൂടാനി രാജരാട്ട് ഭൂമണ്ഡലമിതം വൈന്യ പ്രായശ്ചക്രേ സമം വിഭു. ചൂർണയൻ സ്വധനുഷ്കൂട്ട്യാ ഗിരികൂടാനി രാജരാട്ട് ഭൂമണ്ഡലമിതം വൈന്യ പ്രായശ്ചക്രേ സമം വിഭു. അഥാസ്മിൻ ഭഗവാൻ വൈന്യം പ്രജാനാം വൃത്തിദപ്പിതാം നിവാസാൻ കൽപ്പയം ചക്രേ തത്രേധർഹതാം. അഥ അനന്തരം അസ്മിൻ ഇതിൽ, ഈ ഭൂമിയിൽ, ഭഗവാൻ വൈന്യ വേനപുത്രനായ പൃഥു ഭഗവാൻ പ്രജാനാം പ്രജകൾക്ക് വൃത്തിദ ഉപജീവന വൃത്തി ദാനം ചെയ്യുന്നവൻ. പ്രജാനാം വൃത്തിദ വൃത്തി ദാനം ചെയ്യുന്നവൻ. വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തികൾ, ഉപജീവനത്തിന് വേണ്ടുന്ന സമസ്ത ജോലികളും ദാനം ചെയ്യുന്നവനായ പിതാവായി. പിതാവിന്റെ ദൗത്യം കുട്ടികളെ വേണ്ടത് കൊടുത്ത് സംരക്ഷിക്കലാണ്. ഇതുപോലെ രാജാവ് തങ്ങളുടെ പ്രജകൾക്ക് വേണ്ടത് കൊടുത്ത് അവരെ സംരക്ഷിക്കണം, പഠിപ്പിക്കണം, അവർക്ക് ജോലി ഉണ്ടാക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കൊണ്ട് കുടുംബജീവിതം നയിപ്പിക്കണം. ഇതൊക്കെ ഒരു പിതാവിന്റെ കടമ ഏതോ അതൊക്കെ ഈ രാജാവും എന്ത് ചെയ്തു? സ്വന്തം രാജ്യത്ത് നിർവഹിച്ചു. അഥ അസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാനം വൃത്തിദപ്പിത നിവാസാൻ കൽപ്പയാം ചക്രേ. അവർക്കൊക്കെ താമസ സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. നിവാസം, താമസ സ്ഥലം. അവർക്കെല്ലാം താമസിക്കാൻ വീടുണ്ടാക്കി കൊടുത്തു. നമുക്ക് ഒരു രാജാവിന്റെ ജോലി എന്തൊക്കെയാണ് കടമ? തങ്ങളുടെ രാജ്യത്തിലെ എല്ലാ പ്രജകളും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. എല്ലാ പ്രജകൾക്കും ജോലി ഉണ്ടാവണം. ജോലി ചെയ്യാതെ ആരും അലസന്മാരായിട്ട് ഭൂമിയിൽ രാജ്യം നടക്കാൻ പാടില്ല. അവർക്കെല്ലാം അവരവരുടെ യോഗ്യത അനുസരിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കണം, പഠിപ്പിക്കണം, ജോലി ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ എന്താണ്? വൃത്തിദൻ എന്ന് രാജാവിന് പേരിട്ട കൊണ്ടാണ്. ഉപജീവനം ദാനം ചെയ്യുന്നവനായിരിക്കണം. അതുകൊണ്ട് പിതാവാണ്. പിതാവ് എങ്ങനെയൊക്കെയാണോ മക്കളെ സംരക്ഷിച്ച് വളർത്തുന്നത്, അതുപോലെ രാജാവ് പ്രജകളെ സംരക്ഷിച്ച് വളർത്തും. എന്നിട്ട് അവർക്കൊക്കെ നിവാസങ്ങളെ കൽപ്പയാന്തകളെ കൽപ്പിച്ചു കൊടുത്തു.
തത്ര തത്ര അവിടെ യഥാർത്ഥത അവരവരുടെ അർഹതയ്ക്കനുസരിച്ച് ഉചിതമായ നിവാസ സ്ഥാനങ്ങൾ ഓർത്തു കൊടുത്തു. ചിലർക്ക് മുറികൾ വേണം, ചിലർക്ക് മുറി വേണ്ട, വരാന്തയും തിണ്ണയും മാത്രം മതി, ചിലർക്ക് അതും വേണ്ട, മുറ്റം മാത്രം മതി, ചിലർക്ക് അതും വേണ്ട, പറമ്പിൽ മാത്രം മതി. ഇങ്ങനെ അർഹതയനുസരിച്ചുള്ള നിവാസ സ്ഥാനങ്ങൾ ഓരോരുത്തർക്കും രാജാവ് ഉണ്ടാക്കി. അപ്പൊ പ്രജകൾക്ക് വേണ്ടതെല്ലാം ഇപ്പൊ ഈ ഭൂമിയിൽ തന്നെ കിട്ടി. ഭൂമിയെ സമനിരപ്പാക്കി കൃഷി ചെയ്തു. അപ്പൊ പ്രജകൾക്ക് അധിവസിക്കാൻ വീട് വേണമായിരുന്നു, വീടുണ്ടാക്കി കൊടുത്തു. ഇപ്പം എന്താണ്, വീടില്ലാത്തവർക്ക്, വെള്ളപ്പൊക്കത്തെ വീട് നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ സർക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നത് ഔദാര്യമാണെന്ന്. അതല്ല, സർക്കാരിന് കടമയാണ്, ഒരു രാജാവിന്റെ കടമയാണ്. തങ്ങളുടെ നാട്ടിൽ ഒരാൾ പോലും വീടില്ലാതെ കഷ്ടപ്പെടും. നിവാസ സ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിവാസാൻ കൽപ്പയാം ചക്രേ തത്ര തത്ര യഥാർഹത അവിടെ അർഹതയനുസരിച്ച്. അഥാസ്മൻ ഭഗവാൻ വൈന്യ പ്രജാനം വർത്തിതപ്പിതാം നിവാസാൻ കൽപ്പയാം ചക്രേ തത്ര തത്ര യഥാർഹതാം അഥ പ്രജാനാം വർത്തിതഃ പിതാ ഭഗവാൻ വൈന്യഃ അസ്മിൻ തത്ര തത്ര യഥാർഹതഃ നിവാസാൻ കൽപ്പയാം ചക്രേ അഥാസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാനാം വർത്തിതപ്പിതാം നിവാസാൻ കൽപ്പയാം ചക്രേ തത്ര തത്ര യഥാർഹതാം അഥാസ്മിൻ ഭഗവാൻ വൈന്യ പ്രജാനാം വർത്തിതപ്പിതാം നിവാസാൻ കൽപ്പയാം ചക്രേ തത്ര തത്ര യഥാർഹതാം ഗ്രാമാൻ പുരപത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സശിബിരാൻ ആകരാൻ ഖേട ഖർവടാൻ. അനന്തരം ഗ്രാമങ്ങളെ ഉണ്ടാക്കി കൊടുത്തു, പുരഹ പട്ടണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, പത്തനാനി വീടുകൾ പട്ടണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ദുർഗങ്ങൾ കോട്ടകൾ ഉണ്ടാക്കി കൊടുത്തു, വിവിധാനിച്ച ഘോഷണം പലതരത്തിലുള്ള കുടിലുകൾ ഉണ്ടാക്കി കൊടുത്തു, വ്രജാൻ പലതരത്തിലുള്ള കുടിലുകൾ കെട്ടി ഒന്നിച്ച് താമസിക്കുന്ന, ഇന്നത്തെ ഫ്ലാറ്റ് എന്ന് പറയാവുന്ന ഒരു സമ്പ്രദായം. ഇന്ന് മുകളിലോട്ടാണേ ഉള്ളൂ, അന്നതല്ല അടുപ്പിച്ച് ധാരാളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് വ്രജങ്ങൾ. ശിബിരാൻ ശിബിരങ്ങൾ, പട്ടാളക്കാർക്ക് താമസിക്കാൻ ടെന്റുണ്ടാക്കുന്ന പോലെയുള്ള ശിബിരങ്ങൾ. ആകരങ്ങൾ വലിയ വീടുകൾ നിർത്തും, താമസിക്കാൻ പറ്റിയ വലിയ വലിയ വീടുകൾ ആകരങ്ങൾ. അതുപോലെ സ്വർണങ്ങളും വെള്ളിയുമൊക്കെ കുഴിച്ചെടുക്കാനുള്ള ഖനികൾ. അത് ശിബിരാൻ ആകരാൻ ഖേട ഖർവടാൻ, ഖേടങ്ങളും ഖർവടങ്ങളും. ഖേടങ്ങൾ കൃഷിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം, അതാണ് ഖേടങ്ങൾ. കൃഷി ചെയ്യുന്നവർ തങ്ങളുടെ കൃഷിസ്ഥലത്ത് തന്നെ ചെറിയ ചില വീടുകൾ പോലെ ടെന്റുണ്ടാക്കി അവിടെ താമസിക്കും, അതാണ് ഖേടങ്ങൾ. ഖർവടങ്ങൾ പർവ്വതത്തിന്റെ താഴ്വരയിൽ താമസിക്കുന്നവർ, അതാണ് ഖർവടം. പർവ്വതത്തിന്റെ താഴ്വരയിൽ താമസമാക്കിയവർ എന്നിങ്ങനെ എത്രയെത്ര താമസ സ്ഥലങ്ങൾ ആ പൃഥു ഭൂമിയിൽ ഉണ്ടാക്കിക്കൊടുത്തു. ഒരു പക്ഷെങ്കില് ആദ്യത്തെ നഗര സംവിധായകനാണ് ഈ പൃഥു. പൃഥുവാണ് ഗ്രാമങ്ങളുണ്ടാക്കി, പുരങ്ങളുണ്ടാക്കി, പത്തനങ്ങളുണ്ടാക്കി, ദുർഗങ്ങളുണ്ടാക്കി, ഘോഷങ്ങൾ, വ്രജകൾ, ശിബിരങ്ങൾ, ആകരങ്ങൾ, ഖേടങ്ങൾ, ഖർവടങ്ങൾ ഇതെല്ലാം പ്രത്യേകം ഉണ്ടാക്കി കൊടുത്ത് തങ്ങളുടെ പ്രജകളെ അവിടെ തന്നെ എന്ത് ചെയ്തു, അധിവസിപ്പിക്കാൻ വേണ്ടത്. നീണ്ട കൃഷിയിടങ്ങൾ ധാരാളമുണ്ട്. അവിടെ പോയി കൃഷി ചെയ്തിട്ട് കിലോമീറ്റർ ദൂരെ പോയി താമസിക്കാൻ പറ്റില്ല. രാവിലെ കൃഷിക്കിറങ്ങണം. ആ കൃഷിയിടത്ത് തന്നെ അവർക്കൊക്കെ എന്ത് ചെയ്തു,
കർഷകന്മാർക്ക് വേണ്ട ചെറിയ ചെറിയ വീടുകൾ ധാരാളം ഉണ്ടാക്കി. കേരളം വിട്ടാൽ നമുക്ക് പലയിടത്തും കാണാം. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ഗ്രാമങ്ങളായി. ഗ്രാമങ്ങൾ ജനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് താമസിക്കുക. ധാരാളം സ്ഥലം ഇടയ്ക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീടുകളുണ്ട്. വീടും കൃഷിസ്ഥലങ്ങളും ഇടവിട്ട് ഇടവിട്ട് ഉള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് ഗ്രാമങ്ങൾ. ഇനിയും എന്താണ് പുരങ്ങൾ? പുരങ്ങൾ പ്രദേശങ്ങളാണ്. ഇപ്പം അനന്തപുരം എന്ന് പറയുന്ന പുരം ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക ദേശത്തിന്റെ പേരാണ്. അതേപോലെ പട്ടണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന തെരുവുകൾ പട്ടണങ്ങൾ. അതുപോലെ ജനങ്ങൾ അധിവസിക്കുന്നതിന് ചുറ്റും കോട്ടകൾ ഉണ്ടാക്കി കൊടുത്തു. പലതരത്തിലുള്ള കുടിലുകൾ ഉണ്ടാക്കി കൊടുത്തു. പലതരത്തിലുള്ള വ്രജങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ശിബിരങ്ങൾ ഉണ്ടാക്കി, ആഗരങ്ങൾ ഉണ്ടാക്കി, ഖേളങ്ങൾ ഉണ്ടാക്കി, ഘർവടങ്ങൾ ഉണ്ടാക്കി. ഒരു രാജ്യത്തിൽ എന്തുമാത്രം താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കണോ അതൊക്കെ പൃഥ്വി ഉണ്ടാക്കിയെടുത്തു. ഇന്നും ഗ്രാമങ്ങളും പട്ടണങ്ങളും പുരങ്ങളും അതേപോലെ ഘോഷങ്ങളും പ്രജകളും ശിബിരങ്ങളും ഒക്കെ ആ പൃഥ്വി ആവിഷ്കരിച്ച കണ്ടെത്തിയ ഭാരതത്തിന്റെ നഗര സംവിധാനം ഇന്നും തുടരുകയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയാണ്. ആദ്യത്തെ നഗര സംവിധായകൻ എന്ന് ഈ പൃഥ്വി നമുക്ക് പേര് കൊടുക്കാം. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ചാം ഘോഷാൻ വ്രജൻ ശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ. ഗ്രാമാൻ പുരഹ പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ ശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ. അവകളെയും നിർമ്മിച്ചു ഉണ്ടാക്കിയെന്ന് അടുത്ത ശ്ലോകത്തിൽ അന്വയിച്ച് പറയാം. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ ശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ ശിബിരാൻ ആകരാൻ ഖേടഖർവടാൻ. പ്രാക് പ്രഥോരിഹ നൈവേഷാം പുരഗ്രാമാദികൽപ്പനാം യഥാ സുഖം വസന്തി സ്മ തത്ര കുതോഭയാഹം. പ്രാക് പ്രഥോഹോ, പൃഥുവിന് മുമ്പ്. പ്രഥോഹോ പ്രാക് ഇഹ, ഇവിടെ. ഈ ഭാരതത്തിൽ, ഈ ഭൂമിയിൽ, ഭാരതം മാത്രമല്ല ഭൂമിയിൽ, പ്രാക് പ്രഥോരിഹ, പ്രഥോഹു പ്രാക് ഇഹ, പൃഥുവിന് മുമ്പ് ഇവിടെ ന വാ ഏഷ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പുരഗ്രാമാദികൽപ്പന, പട്ടണങ്ങൾ ഗ്രാമങ്ങളെ തുടങ്ങിയിരിക്കുന്ന കൽപ്പനകൾ പൃഥുവിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രാക് പ്രഥോരിഹ നൈവേഷ പുരഗ്രാമാദികൽപ്പന യഥാസുഖം വസന്തി സ്മ തത്ര. തത്ര, അവിടെ ഇവിടെ. അകുതോഭയാ, ഒരിടത്തൊന്നും ഭയമില്ലാതെ. അകുതോ ഭയം പറഞ്ഞാൽ ഒരിടത്തും ഭയം ഉണ്ടാകാത്തവരായിട്ട്. യഥാസുഖം വസന്തി സ്മ, സുഖമായി പ്രജകൾ നിർഭയരായിട്ട് തങ്ങളുടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ഖേടങ്ങളിൽ, ഖർബിടങ്ങളിൽ, ആഗരങ്ങളിൽ സുഖമായി തന്നെ താമസിച്ചു. ഒന്നിനെയും ഭയക്കണ്ട, ഒരിടത്തുനിന്നും ഭയമില്ലാതെ. ഇങ്ങനെ ഈ പൃഥുവാണ് ഭൂമിയെ സസ്യസമ്പിൽ സമൃദ്ധിയാക്കി മാറ്റിയത്. മാത്രമല്ല, ഇന്ന് കാണപ്പെടുന്ന ഗ്രാമ പട്ടണങ്ങൾക്കൊക്കെ സൂത്രധാരൻ ഈ പൃഥുവാണ്. പൃഥുവിന് മുമ്പ് ഇതുണ്ടായിരുന്നില്ല എന്ന് ഭാഗവതം തന്നെ പറയാം. പാക് പ്രഥോരിഹ നൈവേഷ പുരഗ്രാമാദി കൽപ്പന, പുരഗ്രാമാദികളുടെ കൽപ്പന ഉണ്ടായിരുന്നില്ല. യഥാസുഖം വസന്തി സ്മ, എങ്ങനെയാണോ സുഖം അതനുസരിച്ച് വസിക്കുന്നു. തത്ര, അവിടെ ഇവിടെ. പുരത്തിൽ വസിക്കുന്നവർ, പട്ടണത്തിൽ വസിക്കുന്നവർ, ഗ്രാമത്തിൽ വസിക്കുന്നവർ എല്ലാവർക്കും സുഖമാണ്. ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിൽ വന്നേ സുഖമുള്ളൂ എന്നില്ല. പട്ടണ നിവാസികൾക്ക് ഗ്രാമത്തിൽ പോയേ സുഖമുള്ളൂ എന്നില്ല. അവരവരുടെ സ്ഥലത്ത് തത്ര അകുതോഭയാഹ,
ഒന്നിനെയും ഭയമില്ലാതെ ഭയക്കാതെ യഥാസുഖം വസന്തി. എങ്ങനെയാണോ സുഖം അതനുസരിച്ച് എല്ലാവരും ഈ രാജ്യത്ത് നിർഭയരായി വസിച്ചു. ഇത് രാജധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഈ പൃഥുവിന്റെ കഥ പറയുന്നതുകൊണ്ട് ഭാരതത്തിന്റെ രാജ്യധർമ്മങ്ങൾ എന്താണെന്നും രാജാവിന്റെ കടമ എന്താണെന്നും രാജാവ് എങ്ങനെയൊക്കെ പ്രജകളെ ഭരിക്കണമെന്നും ഏതൊക്കെ വിഭാഗം രാജാവിന്റെ കയ്യിൽ സ്വന്തം മേൽനോട്ടത്തിലായിരിക്കണമെന്നും അതെന്തിനു വേണ്ടിയാണെന്നും അതുപോലെ ഭൂമിയെ നിരപ്പാക്കി കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നും എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ആവാസസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അർഹതയനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനത്ത് അത് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ഒരു പ്രജാപതിയായ രാജാവിന്റെ കടമ തന്നെയാണ്. പ്രാക് പ്രഥോരിഹദൈവേഷാപുരഗ്രാമാതികൽപ്പനാം യഥാസുഖം വസന്തി സ്മാ തത്തതത്രാകുതോ ഭയാം. ഏഷാ പുരഗ്രാമാതികൽപ്പന പൃഥോ പ്രാക് ന പ്രജാഃ അകുതോ ഭയാഃ തത്തതത്ര യഥാസുഖം വസന്തി സ്മ. പ്രാക് പ്രഥോരിഹ നൈവേഷാ പുരഗ്രാമാതികൽപ്പനാം യഥാസുഖം വസന്തി സ്മ തത്തതത്രാകുതോ ഭയാഃ. പ്രാക് പ്രഥോരിഹ നൈവേഷാം പുരഗ്രാമാതികൽപ്പനാം യഥാസുഖം വസന്തി സ്മ തത്തതത്രാകുതോ ഭയാഃ. പ്രാക് പ്രഥോരിഹ നൈവേഷാം പുരഗ്രാമാതികൽപ്പനാം യഥാസുഖം വസന്തി സ്മ തത്തതത്രാകുതോ ഭയാഃ. അങ്ങനെ പൃഥുവിന്റെ ഭൂമിയെ നിരപ്പാക്കുന്ന സങ്കല്പം, അതിനുശേഷം രാജ്യഭരണം, രാജ്യത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാക്കി ഒക്കെ വിഭജിച്ച് രാജ്യം ഭരിക്കേണ്ടതാണ് എന്നുള്ള രാജ്യഭരണ സമ്പ്രദായത്തിന്റെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ ഈ പൃഥ്വിചരിതത്തിൽ വിസ്തരിച്ച് ഉപന്യസിച്ച് ആ ചരിതം ഇവിടെ അവസാനിപ്പിച്ചു. അടുത്ത അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ യജ്ഞ സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞ് പാടിപ്പുകഴ്ത്തിയാണ് നമ്മുടെ സമയം ഏതാണ്ടായിരിക്കും. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. സമർപ്പണത്തിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.